കാലാവധി കഴിഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ തകർക്കാനൊരുങ്ങി നാസ. നാസയുടെ എക്കാലത്തെയും അഭിമാനമായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ തകർക്കാനൊരുങ്ങി അമേരിക്ക. 15 വർഷം ആയുസ് പറഞ്ഞിരുന്ന ISS കഴിഞ്ഞ 21 വർഷമായി ഭൂമിയെ ചുറ്റിക്കറങ്ങുകയാണ്. ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെങ്കിലും കാലപ്പഴക്കമേറിയതുകൊണ്ട് മാത്രമാണ് ISS തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലയത്തെ ബഹിരാകാശത്ത് വെച്ച് തന്നെ തകർത്ത് ഭൂമിയിലേക്ക് തിരിച്ചുവിട്ട് പസഫിക് സമുദ്രത്തിലെ സ്പേസ് ക്രാഫ്റ്റ് ഗ്രേവ് യാർഡ് എന്നറിയപ്പെടുന്ന പോയിന്റ് നീമോയിൽ അവശിഷ്ടങ്ങൾ വീഴ്ത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹിരാകാശ സാങ്കേതിക രംഗത്തെ 5 ശക്തി കേന്ദ്രങ്ങളായ US, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡ, ജപ്പാൻ എന്നിവ ചേർന്നാണ് 1998 പരസ്പരം യോജിച്ച് സാങ്കേതിക വിദ്യകളിലെ അതുവരെയുള്ള മികവുകളെല്ലാം ക്രോഡീകരിച്ച് സമ്പൂർണമായ ബഹിരാകാശ നിലയം എന്ന ആശയത്തിന്മേൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആവിഷ്കരിച്ചത്. ISSന് വേണ്ട മൊഡ്യൂളുകളും മറ്റു ഭാഗങ്ങളും വെവ്വേറെ രാജ്യങ്ങളിൽ നിർമ്മിച്ച് ബഹിരാകാശത്ത് വെച്ച് യോജിപ്പിക്കുകയായിരുന്നു. ശൂന്യാകാശത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതി, ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തു എന്നീ ബഹുമതികളാണ് ISSനുള്ളത്. ദിവസവും 16 തവണ ഭൂമിയെ വലം വയ്ക്കുന്ന ഭൗമോപരിതലത്തിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള ISSന് ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വിസ്തൃതി വരും. അതായത് 73 മീറ്റർ നീളം, 109 മീറ്റർ വീതി, 4,44,615 കിലോഗ്രാം മാസ്. സെക്കൻഡിൽ 7.66 കിലോമീറ്ററാണ് ISSന്റെ സഞ്ചാരവേഗം. നാസയുടെ തീരുമാനപ്രകാരം ISS 2031 പൂർണ്ണമായും ഡിയോർബിറ്റ് ചെയ്യും. ഡിയോർബിറ്റിന്റെ ആദ്യഘട്ടമായി നിലയത്തിൽ ഏറ്റവും പുതുതായി നിർമ്മിച്ച ഭാഗങ്ങൾ അടിസ്ഥാന ഘടകത്തിൽ നിന്ന് അടർത്തി മാറ്റും. ഇവ ബഹിരാകാശത്ത് തന്നെ പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഷനുകൾക്ക് ഉപയോഗിക്കാവുന്ന പാകത്തിൽ ഭ്രമണപഥത്തിൽ തന്നെ തുടരും. തുടർന്ന് ISSന്റെ അടിസ്ഥാന ഘടകത്തെ ബഹിരാകാശ പേടകം ഉപയോഗിച്ച് ഘടിപ്പിച്ച് നിയന്ത്രിച്ച ശേഷം ഭൂമിയിലേക്ക് ഇറക്കുകയാണ് നിലവിലുള്ള പദ്ധതി. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയം വായുവുമായുള്ള ഘർഷണം മൂലം ISSന്റെ അടിസ്ഥാന ഘടകത്തിന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും തീ പിടിക്കാത്ത ഭാഗങ്ങൾ കൃത്യമായി നേരത്തെ നിശ്ചയിച്ച പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നീമോയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ.